ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അല്ലേ അല്ലേ പോന്നു? സ്വാഗതം പറ. സ്വാഗതം. നമ്മൾ എത്ര മണിക്കാണ് എണീച്ചേ? 9 മണിക്കാണ് നമ്മൾ എണീച്ചല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പശുക്കുട്ടിനെ കെട്ടിട്ടുണ്ടായിരുന്നു അവിടെ ബാക്കിൽ ഇങ്ങനെ പുല്ല് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങളുടെ ബാക്കിൽ ഇങ്ങനെ ഭയങ്കര പുല്ല് ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം മഴ പെയ്ത കാരണം ഇപ്പൊ കേട്ട വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം പെയ്യുന്നതിനെ പിന്നെയും കീർക്കല്ലേ ചെയ്യുക. അപ്പൊ മഴ നിന്നാൽ മാത്രമേ അത് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ആത്തിച്ചക്ക മരമാണ്. ഒരുപാട് കായ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ കറുത്ത കളറായിട്ട് ഇങ്ങനെ താഴെ വീഴാണ്, ഒന്നുപോലും കിട്ടുന്നില്ല. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കുറച്ചു നേരം. അപ്പോഴാണ് അമ്മ പറഞ്ഞത് ഞാൻ താ ഉണ്ടാക്കാൻ തുടങ്ങി വന്നോന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഉച്ചക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. അമ്മ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല അല്ലേ? അതെന്നാ ഒഴിക്കുന്നു. നെയ്യ് വെച്ച് ഉള്ളി സിമ്പിൾ നെയ്ച്ചോറ് അല്ലേ? എനിക്കിഷ്ടം ഉള്ളി നെയ്യിനകത്തിക്കണം. കാപ്പി കളർ പറഞ്ഞേ കുറേ ടൈം എടുക്കൂലേ? അതായത് ഉപ്പിട്ടാളാവൂലേ? ഉപ്പിടാനുള്ള വഴറ്റിയിട്ട് വറുത്തെടുക്കലുണ്ട്. ഇപ്പം അരിൻ്റെ ഒന്ന് ചേർത്ത് ബ്രൗൺ കളറായി ഉള്ളി മാറ്റാം. മുന്തിരി ഇടാം. അണ്ടിപ്പരിപ്പ് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ടി നിൽക്കാറാണ്. പിന്നെ അരി ഇട്ട് കൊടുക്കണം. ജീരകശാല മറ്റേ കല്യാണത്തിന് നമുക്ക് ജീരകശാല നല്ല സ്മെല്ലാവും അല്ലേ? ഞാൻ 1.5 കപ്പ് അരി എടുത്തത്. അപ്പോൾ 1 കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിക്കുക. കുറച്ച് വറുത്തെടുക്കുക. വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. അത് ഉള്ളി നല്ല ക്രിസ്പിനെസ് ആയി നിൽക്കും. അപ്പൊ കുറച്ച് പഞ്ചസാരയാ? ഇങ്ങനെ ആക്കിയിട്ട് വെക്കുക. അപ്പോൾ അതിങ്ങനെ തണുത്ത് ഒട്ടി നിൽക്കൂല. പട്ടയും ഗ്രാമ്പൊന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. ഏലക്കായി മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മളെ സാധാരണ ഒരു നെയ്ച്ചോറാണ്. ലാസ്റ്റ് ഒരു സാധനം ഞാൻ ഇടും. അത് സർപ്രൈസ് ആണ്. അത് നീ കണ്ടാ മതി. ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിന്റെ മേലെ വേണം നിൽക്കുന്നേ അല്ലേ? കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വെള്ള കളറാ? ഉപ്പിട്ടു. ഞാൻ വിസിലിട്ടിട്ടില്ല. സകലമാന തുണികളെടുത്ത് അമ്മ ഇങ്ങനെ പുറത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പം വരുമോന്ന് അറിയില്ല. എനിക്കും കുറച്ച് പണിയുണ്ട്. പൊന്നുവിന്റെ ഡ്രസ്സ് അലക്കാനുണ്ട്. ഇപ്പൊ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് പൊന്നുവിന് മുടി കെട്ടി കൊടുക്കലാണ്. കാരണം അവൾക്ക് ഇഷ്ടമല്ലാത്തൊരു പണിയാണ് ഈ മുടി കെട്ടുക എന്ന് പറയുന്നത്. എന്താണെന്നറിയില്ല, മുടി കെട്ടാൻ പണ്ട് മുതലേ ഇഷ്ടമല്ല. പണ്ട് മുതലെന്ന് പറഞ്ഞാൽ ഇടക്കാലം മുതലൊക്കെ ഇഷ്ടമല്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബുഷൊക്കെ കണ്ടിങ്ങനെ ഓടുകയോ. അപ്പം ഞാൻ പിടിച്ചു നിർത്തുന്നത് ഫേസിൽ തന്നെ കാണാനുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മുടി ഇങ്ങനെ കെട്ടിക്കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി മുടി കെട്ടിക്കൊടുത്ത്
ഇങ്ങനെ സുന്ദരിയാക്കാന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് പിന്നെ എന്നോട് പറഞ്ഞു എനിക്ക് കൺമഷിയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൺമഷിയൊക്കെ ഇട്ട് കൊടുത്ത് കണ്ണിന്റെ ഉള്ളിലിടാനൊന്നും വിടില്ല, ഒരു സൈഡിൽ കോർണറിൽ മാത്രം ഇങ്ങനെ കൺമഷിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ റെഡിയാക്കി വെച്ച്. അപ്പൊ ഇവർക്ക് ബാക്കിൽ ഇങ്ങനെ ഇതുപോലെ കുറച്ച് മുടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ ബാക്കിൽ ഇങ്ങനെ കെട്ടിക്കൊടുത്ത്, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. അപ്പൊ അതൊന്നും ആ കെട്ടിക്കൊടുത്ത ടൈം മാത്രം നിന്നതാണ്, അപ്പാടനെ അത് ഉരിച്ചാടിയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഇപ്പൊ നിന്നെ കിട്ടുന്നത് തീരെ ഇഷ്ടമല്ല. പിന്നെ എന്നോട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാനെല്ലാം പറയും, അതൊന്നും ചെയ്യാറില്ല, അതൊന്നും ഇപ്പോഴേ വേണ്ടെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലിപ്സ്റ്റിക് ഇട്ടാലോ എന്ന് ചോദിച്ചാൽ അത് ഓപ്പൺ ആക്കാതെ ഇതിന്റെ മേലോട്ട് ചുമ്മാ ഇങ്ങനെ വരക്കുമ്പോ ഇങ്ങനെ നിന്ന് തരും. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മേക്കപ്പ് ഇട്ടരോ എന്നൊക്കെ ചോദിക്കും. ഈ മുടി കെട്ടുന്നത് മാത്രം കുഞ്ഞിന് എന്തോ തീരെ ഇഷ്ടമല്ല. എനിക്ക് വേദന എടുക്കുന്നോണ്ടാണോ എന്നറിയില്ല. ഇതുപോലെ ടിക്ടിക്കൊക്കെ കുത്തും ഹെയർ ബാൻഡോടും, പക്ഷെ കെട്ടാൻ മാത്രം ഇഷ്ടമല്ല. അങ്ങനെ അവളെ റെഡിയാക്കി. അപ്പോഴേക്കും അമ്മയുടെ നെയ്ച്ചോറ് ഏകദേശം റെഡിയായൊരു സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ആവിന്ന് ഇങ്ങനെ വേവുന്ന നല്ല സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അണ്ടത് പൂമത്തില്ല. കമ്മലുണ്ടല്ല അത്രേ. ചിന്തടുത്ത് കമ്മലുണ്ട്. ചിന്തടുത്ത് ഇതുണ്ടല്ല, ഇത് നല്ലത് നമ്മളെ ഇത് ഈ ചിന്ത ഈ മുടിയായിട്ട് കാല് വന്നിട്ട് ചിഞ്ചോ കാല് വല അതില് ഉണ്ടേ. നമ്മളെല്ലാം ചട്ടമില്ല. നമ്മൾ നെയ്ച്ചോറ് റെഡിയായി. നല്ല സ്മെല്ലുണ്ട് അരിൻ്റെ, ജീരകശാല അരിൻ്റെ നല്ല സ്മെല്ലുണ്ട്. അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അമ്മ നേരത്തെ പറഞ്ഞ സർപ്രൈസ് അല്ലേ? ടൂട്ടി ഫ്രൂട്ടി കണ്ടോ? നമ്മൾ എവിടുന്ന ടൂട്ടി ഫ്രൂട്ടിന്റെ ബിരിയാണി കഴിച്ചു. എവിടെ പോയാലും നമ്മൾ ടൂട്ടി ഫ്രൂട്ടിന്റെ ആ ഒരു നെയ്ച്ചോറ് കഴിച്ചു. അതിന് ശേഷം നമുക്ക് ഭയങ്കര ഇഷ്ടം. അതിന് ശേഷം അമ്മ പറയലുണ്ട് ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ട് ഇത് വെക്കാലുണ്ടത്. അപ്പൊ അവനോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ കണ്ട ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പശുവിനെന്നാ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിന്റെ ഇലയ്ക്ക് ഉള്ളി വേണ്ട ക്രിസ്പി അതെ. ഇനി നമ്മൾ നേരത്തെ പഞ്ചസാരയിൽ പെരക്കി വെച്ച ഉള്ളി ഇതിന്റെ മേലേക്ക് മുന്തിരി ഉള്ളിയും മേലേക്ക് ഇങ്ങനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിടാം അല്ലേ പറഞ്ഞ. ഇനി ഇതിന്റെ മേലേക്ക് നമ്മള് മുറിച്ച് വെച്ച മല്ലിയില കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഡെക്കറേഷൻ അവസാനിപ്പിക്കാം. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, സാലഡ് റെഡി ആയിട്ടുണ്ട്, പിന്നെ നമ്മളെ നെയ്ച്ചോറും. അപ്പൊ നമ്മളിങ്ങനെ കഴിക്കാൻ വേണ്ടി കഴിക്കാനിരുന്ന് കുട്ടി സ്പൂൺ ഇവിടെ ഉണ്ട്. സാലഡ് ഇട്ട് തൂത്തിഫൂത്തി കഴിക്കാൻ പോവാനോ? കഴിച്ചാട്ടെ. ഇത് ഡേറ്റ്സിന്റെ പിക്കിളാണ്. നല്ല മധുരമാണ്. എനിക്ക് മധുരത്തിന്റെ അച്ചാർ എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് നല്ല എരിവുള്ളതാണ് ഇഷ്ടം. പിന്നെ ബീട്രൂട്ടും കൂടിയുള്ളത് ടേസ്റ്റ് ഉണ്ടാവും. ഇത് വെറും ഡേറ്റ്സ് മാത്രമാണ്. നമ്മളെ കല്യാണത്തിന് ഇങ്ങനെ കുഴിയെടുക്കുന്ന പോലെ കറിക്ക് വേണ്ടി നമ്മളൊരു കുഴി റെഡിയാക്കി വെക്കാണ്. അപ്പൊ അമ്മ കറി കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് കൊട്ടോ മതി, നല്ല ചൂടുണ്ട്. അങ്ങനെ നമ്മൾ കഴിക്കാൻ പോവാണേ അല്ലേ? ചിക്കൻ പിന്നെ
നെയ്ച്ചോറ്. ആ തിന്ന് കാണിച്ചാട്ടെ. സൂപ്പറാണോ? ഇട്ടായിനോ? സൂപ്പർ. തിന്നോ. തിന്നാൻ പോവാണ്. അപ്പൊ കുറച്ച് സാലഡ് ഒക്കെ എടുത്ത്. സൂപ്പറല്ലേ? ചൂട്. ചിക്കൻ പൊരിച്ചതോ? കുറച്ച് ചിക്കൻ പൊരിച്ചതോ? ആ ടൂട്ടി ഫ്രൂട്ടി കഴിക്കുമ്പോഴും ടൂട്ടി ഫ്രൂട്ടി കിട്ടുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, മധുരം. നമുക്കൊരേ ദാഹം, നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. പൂന്തേനരുവി. ഗുഡ് എന്താ തല്ലിപ്പൊളിപ്പാട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.